friends, welcome to Simi's Narayan Kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രിസ്മസ് കേക്കാണ്. അത് മുട്ട ചേർത്തിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണ്. ഇത് കണക്കെ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമേ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യണം. അതിനായിട്ട് 1/2 കപ്പ് പഞ്ചസാര അതൊരു പാത്രത്തിലേക്ക് ഇടാം. അതിനുശേഷം ഇതൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ആദ്യമേ ഒന്ന് ഒരു മീഡിയം ഹീറ്റിലിട്ടിട്ട് ഈ പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കാം. ഇത് ഉരുക്കി തുടങ്ങിയിട്ടുണ്ട്. ഉരുക്കി തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനി ഇളക്കി കൊടുക്കാം. ഇത് ഫുള്ളായിട്ടൊന്ന് ഉരുക്കട്ടെ. ആ ഉരുക്കുന്ന അനുസരിച്ചിട്ട് അതിൻ്റെ കളറും മാറി വരുന്നുണ്ട്. ഒരു ബ്രൗൺ കളർ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് ഡാർക്ക് ബ്രൗൺ ആകരുത് കേട്ടോ. ഡാർക്ക് ബ്രൗൺ ആയി കഴിഞ്ഞാൽ പഞ്ചസാര കരിഞ്ഞു പോകും. ഇതിപ്പോൾ ഇതാ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിടാം. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് കരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കേക്കിന് എത്ര കളർ വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് അത് ബ്രൗൺ കളർ ആക്കി എടുക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു ഡാർക്ക് ബ്രൗൺ ആകരുത്. ഡാർക്ക് ബ്രൗൺ ആയി കഴിഞ്ഞാൽ ഇതിന് കരിഞ്ഞ് ചുവയായിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഒരു ബ്രൗണർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ കേക്കിന് ഈ ഒരു കളർ മതി. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കണം. 1/2 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഒഴിക്കുമ്പോൾ കുറച്ചായിട്ട് ഒഴിക്കുക. ഒരുമിച്ച് ഒഴിക്കരുത്. പെട്ടെന്ന് തന്നെ ആവി മുകളിലേക്ക് അടിക്കും. ഞാനിതിലേക്ക് വെള്ളം 2 പ്രാവശ്യമായിട്ടാണ് ഒഴിച്ചത്. അപ്പോൾ അങ്ങനെ ഒഴിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ആ 1/2 കപ്പ് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ആവി പെട്ടെന്ന് തന്നെ അങ്ങ് അടിക്കുകയും ചെയ്യും. നമ്മുടെ കൈയൊക്കെ പൊള്ളുകയും ചെയ്യും. പൊട്ടിത്തെറിക്കത്തൊന്നുമില്ല കേട്ടോ. ഇനി ഇതൊന്ന് തിളയ്ക്കണം. ഇപ്പോൾ ഈ വെള്ളം ഒന്ന് തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. ഇപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ തൊലിയാണ്. ആ ഓറഞ്ചിൻ്റെ തൊലി ഞാൻ കത്തി വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ ആ ഓറഞ്ചിൻ്റെ തൊലിയുടെ അടിയിൽ വെളുത്ത ഒരു പാർട്ട് ഉണ്ടാവില്ല, അത് വരരുതിട്ട്. അത് വരാത്ത രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ കട്ട് ചെയ്തെടുത്തത് 1 ടേബിൾ സ്പൂണാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ചേർക്കാം. 1/2 കപ്പ് ഉണക്കമുന്തിരി. എനിക്ക് കിട്ടിയത് മഞ്ഞ കളറിലായിരുന്നു. നമുക്ക് ഡാർക്ക് ബ്രൗൺ കളറിലൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സിനൊക്കെ നല്ല മധുരം ഉള്ളതുകൊണ്ട് കേക്കിന് നല്ല അത്യാവശ്യം മധുരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം മധുരം ചേർക്കാനായിട്ട്. നമുക്കിതിൻ്റെ അകത്ത് എന്ത് ടൈപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇന്നത് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. അതുപോലെ നട്ട്സും ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് ചേർക്കാം. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/4 കപ്പ് ചെറി കുഞ്ഞായിട്ട് അരിഞ്ഞത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടി. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഈന്തപ്പഴം ചേർക്കുവാണെങ്കിൽ ഈ ടൈമിലാണ് ചേർക്കേണ്ടത്, സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം. ആദ്യമേ തന്നെ മുന്തിരി ഇട്ട ഒപ്പത്തിന് തന്നെ ഈന്തപ്പഴം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈന്തപ്പഴം അലിഞ്ഞു പോകും. അപ്പോൾ ഈന്തപ്പഴം കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ലാസ്റ്റ് ചേർക്കാനായിട്ട്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആറണം. ഇപ്പോൾ ഇതിൻ്റെ ആ ചൂടൊന്ന് ആറിയിട്ടുണ്ട് കേട്ടോ. ആറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തണുത്തൊന്നും പോയിട്ടൊന്നുമില്ല, ചെറിയൊരു ചൂട്. ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒഴിക്കണേന്ന്. ഇതിപ്പം ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോഴാണ് ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത്. നോർമലി പ്ലം കേക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഏതെങ്കിലും ഫ്രൂട്ട് ജ്യൂസിൻ്റെ അകത്ത് സോക്ക് ചെയ്തിട്ട് ഒരു 15 ദിവസം വെച്ചേക്കണം. അതിന് ശേഷമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മോൾഡ് ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ അത് ഞാനിത്തിരി ബട്ടർ പേപ്പർ ഇടണം. ബട്ടർ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറച്ച് ബട്ടറൊക്കെ തേച്ചിട്ട് അതിൻ്റെ പുറത്ത് മൈദ ഇട്ടാലും മതിയാകും കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സാധാരണ ബട്ടർ പേപ്പർ അല്ലെങ്കിൽ പാച്ച്മെൻറ്റ് പേപ്പറൊക്കെ ഈ കേക്കൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്നവരുടെ കയ്യിൽ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതുപോലെ ഒരു വൈറ്റ് പേപ്പർ എടുക്കുക. വൈറ്റ് പേപ്പർ എടുത്തിട്ട് കേക്കിൻ്റെ ട്രേ ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിൽ വട്ടത്തിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ അടിയിൽ കൂടെ ഇതുപോലെ ഇതിൻ്റെ ചേർത്തിട്ട് പെൻ വെച്ചിട്ട് ഒരു മാർക്ക് കൊടുക്കണേണ്. ട്രേയുടെ ഷേപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ ട്രേയുടെ അടിവശത്ത് വട്ടം വരയ്ക്കണം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വട്ടം കിട്ടിയിട്ടുണ്ടല്ലോ. ഈ ഒരു ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു കേക്കൊക്കെ ഉണ്ടാക്കുന്നതിന് ഇതുപോലെ നമുക്ക് പോയിട്ട് ബട്ടർ പേപ്പറൊന്നും മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രേക്കകത്ത് ബട്ടർ തേച്ചിട്ട് കുറച്ച് മൈദപ്പൊടി ചേർത്താലും മതി കേട്ടോ. ഇതാ ഇതേ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് തൂത്ത് കൊടുക്കാം. നിങ്ങൾ ഇതുപോലെ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഞാൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ട്രേസിങ് പേപ്പർ ഉണ്ടാക്കും. എന്നിട്ട് ഇതുപോലെ പുസ്തകത്തിലൊക്കെ ഇങ്ങനെ പിക്ചേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ ട്രേസ് ചെയ്തൊക്കെ എടുക്കാനൊക്കെ ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ എണ്ണ തൂത്തെടുക്കാം. ഇതൊന്ന് കുറച്ച് സമയം മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എണ്ണ ഇതിലേക്ക് ഫുള്ളായിട്ട് പിടിക്കും. ട്രേയിലും അതുപോലെ തന്നെ കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കാം. തൂത്തതിന് ശേഷം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പേപ്പർ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ. ഇനി വേണമെന്നുണ്ടെങ്കിൽ സൈഡിലും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാറ്റർ ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 3 മുട്ടയാണ്. അപ്പോൾ മുട്ട നമുക്ക് അടിച്ചെടുക്കണം. അതിനായിട്ട് മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടെ സെപ്പറേറ്റ് ആക്കി എടുക്കണം. ഇതിങ്ങനെ പൊട്ടിക്കുക. ഇങ്ങനെ പതുക്കെ ചെരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ മുട്ടയുടെ വെള്ള ഫുള്ളായിട്ട് ഇതിലേക്ക് പോകുന്നുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ ആക്കിക്കഴിഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയാലും മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും നമുക്ക്. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ വീണ് പോവുകയാണെങ്കിൽ ഇതുപോലെ ഒരു അരിപ്പ തവി വെച്ചിട്ട് ഇങ്ങനെ കോരിയെടുത്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ ഈ അരിപ്പ തവിയിലേക്ക് ഒഴിച്ചാലും ഇതുപോലെ നമുക്ക് കിട്ടും കേട്ടോ, മഞ്ഞ മാത്രമായിട്ട്. ഇനി ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് ബീറ്റ് ചെയ്യുമ്പോൾ ആദ്യമേ ലോ സ്പീഡിലിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ഇതുപോലെ മതി. അപ്പോൾ അതാ ഇങ്ങനെ ഇതുപോലെ പതഞ്ഞ് നല്ല പഞ്ഞി പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഇതുപോലെ തന്നെ ആ മഞ്ഞ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും ഒന്ന് അടിച്ചെടുക്കാം. ഇത് കണക്കെ. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. അപ്പോൾ പഞ്ചസാര ഞാൻ എടുത്തിരിക്കുന്നത് ഫുള്ളായിട്ടുള്ള പഞ്ചസാരയാണ്. പൊടിച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. അപ്പോൾ മുഴുവനായിട്ടുള്ള പഞ്ചസാര ഒരു 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഇത് ഒന്ന് അലിയിച്ചെടുക്കണം. പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞു വരും കേട്ടോ. അപ്പോൾ പൊടിച്ച പഞ്ചസാര ആകുമ്പോൾ 1/2 കപ്പാണ് വേണ്ടത്. ഇതിലെ പഞ്ചസാര അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. അത് ചേർത്തതിന് ശേഷം അത് വീണ്ടും ഒന്ന് അടിച്ചു കൊടുക്കാം. അത് മതി. അതിനുശേഷം ഇതിലേക്ക് ഒരു 3/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് ഞാൻ ചേർക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ്, അല്ലെങ്കിൽ ബട്ടറോ ചേർക്കാം കേട്ടോ. അതും കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇത് മതി. ഇനി ഇതിലേക്ക് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ചേർക്കാം കേട്ടോ. അപ്പോൾ അത് ചേർക്കാൻ നേരത്ത് ഒരു അരിപ്പ പാത്രം വെച്ച് കൊടുക്കുക. ഇതിലേക്ക് 1.5 കപ്പ് മൈദപ്പൊടി അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ സിനമൺ പൗഡർ, 1/4 ടീസ്പൂൺ ജാതിക്ക പൊടിച്ചത് അല്ലെങ്കിൽ നട്ട്മഗ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് അരിച്ചെടുക്കാം. ഇങ്ങനെ അരിക്കുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പൊക്കോളും. അതിന് വേണ്ടിയിട്ടാട്ടോ ഇതുപോലെ ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. ഇതാ ഇതുപോലെ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന മുന്തിരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ഇതിലേക്ക് ചേർക്കാം. അത് മുഴുവനായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിലൊന്ന് കലക്കിയെടുക്കാം. ഇത് ഒരുപാട് അടിച്ച് മിക്സ് ചെയ്യേണ്ട, ഇതുപോലെ ഇങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് കലക്കിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ കശുവണ്ടി കുഞ്ഞായിട്ട് അരിഞ്ഞതാട്ടോ, അത് ഇതിലേക്ക് ചേർക്കാം.
ഇതിലേക്ക് മുട്ടയുടെ വെള്ള അടിച്ചു വെച്ചിരിക്കുന്നത് അത് ചേർക്കാം. ഇത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് അടിച്ച് പതിപ്പിക്കേണ്ട. ഇത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്തേച്ചാൽ മതി ഇതുപോലെ. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ ഉള്ളിൽ കുറച്ചൊന്ന് എണ്ണ തൂത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനത്തെ കേക്കിൻ്റെ ബാറ്റർ കുറച്ച് കട്ടി കൂടുതലായിരിക്കും. അതുപോലെ ഇത് വെന്ത് വരാനും കുറച്ച് അധികം സമയം എടുക്കും. നമ്മൾ സാധാരണ ടീ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ കൊണ്ട് ഇത് വെന്ത് വരും. ഇത് കുറച്ച് ടൈം എടുത്തിട്ടേ വേഗത്തുള്ളൂ. ഇതിൻ്റെ അകത്ത് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർക്കുന്നത് കൊണ്ടാണ് അത്രയും സമയം എടുക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് തട്ടിക്കൊടുക്കാം. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. നല്ലതായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കശുവണ്ടി ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് സ്റ്റൗവിലേക്ക് മാറ്റാം. ഞാനിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയാണ് യൂസ് ചെയ്തേക്കുന്നത്. നല്ല ചുവട് നല്ല കട്ടിയുള്ള പാത്രമാണ്. ചീനച്ചട്ടി തന്നെ വേണമെന്നൊന്നുമില്ല, വേറെ നല്ല കട്ടിയുള്ള ഒരു പാത്രം എടുത്തേച്ചാൽ മതി. അപ്പോൾ ഇത് ഞാനിത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ചൂടാണ്. ഇതിലേക്ക് ഇത് ഇറക്കി വെക്കാം. അതിനുശേഷം ഇതൊന്ന് അടച്ചു വെക്കാം. ഈ ട്രേ ഇതിലകത്തേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ആദ്യമേ ഒരു 5 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് ബേക്ക് ചെയ്യണം. 5 മിനിറ്റിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇത് 1 മണിക്കൂർ നേരം ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇനി ഇത് കുക്കറിലാണ് ഇതുപോലെ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ കുക്കറിൻ്റെ അടിയിൽ ആ തട്ട് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ കേക്കിൻ്റെ ഈ പാത്രം ഇറക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ കുക്കറിൻ്റെ മൂടി ഉണ്ടല്ലോ, മൂടിയുടെ വാഷറും വിസിലും മാറ്റി വെച്ചിട്ട് വേണം ഇടാനായിട്ട് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ വാഷർ ചീത്തയായി പോകും. കുക്കറിൻ്റെ ഉള്ളിൽ ഉപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാണ്ട് തന്നെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തുറന്ന് നോക്കാം. 3/4 മണിക്കൂറായപ്പോൾ ഞാൻ തുറന്നൊന്ന് ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ഇത് വെന്തിട്ടുണ്ടായിരുന്നില്ല. ഇതൊന്ന് കുത്തി നോക്കാം. എന്തെങ്കിലും ഒരു ടൂത്ത് പീക്കോ അങ്ങനെ പപ്പടക്കമ്പിയോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇതാ ഇവിടെ ഇതിലൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ഇനി ഇതിൽ നിന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വേവിക്കാൻ വേണ്ടി എടുത്ത ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂറാട്ടോ. എന്തായാലും ഇത് വേകാനായിട്ട് 1 മണിക്കൂർ വേണം. ചിലവർ വെക്കുമ്പോഴത്തേക്ക് ഓരോ പാത്രത്തിൻ്റെ കണക്കനുസരിച്ചിട്ട് 1 മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ വരെ ആകും കേട്ടോ. അപ്പോൾ ഒരു 3/4 മണിക്കൂറൊക്കെ ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഇതിൽ നിന്ന് മാറ്റാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് സൈഡൊക്കെ കരിഞ്ഞു പോകും. ഇത് സ്റ്റൗവിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ചൂടൊന്ന് അറിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് വിരിയിച്ച് കൊടുക്കാം. ഇതുപോലെയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇത് നല്ല സോഫ്റ്റുമാണിത്. ഇത് ഉണ്ടാക്കിയിട്ട് അന്ന് തന്നെ എടുക്കാതെ പിറ്റത്തെ ദിവസം എടുക്കുകയാണെങ്കിലാണ് ഈ കേക്കിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഇപ്പോൾ അടുത്ത ദിവസമാണ്, അന്നേരമാണ് നമ്മൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ ആ ഒരു ടെക്സ്ചറും ആ ടേസ്റ്റും ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞാലേ അതുപോലെ ആകത്തുള്ളൂ. ഉണ്ടോ, ഇപ്പോഴും നല്ല സോഫ്റ്റ് തന്നെയാണിത്. ഈ കേക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ അന്നേരം തന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഒരു ടേസ്റ്റ് വരത്തില്ല. അതുപോലെ നമ്മൾ ഇതിനകത്ത് ചേർത്തേക്കുന്ന ടൂട്ടി ഫ്രൂട്ടി നട്ട്സും ഒന്നും താന്നൊന്നും പോയിട്ടില്ല. എല്ലാം ഒരേപോലെ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. ഞാനീ പറഞ്ഞേക്കുന്ന അളവ് നല്ല കറക്റ്റ് അളവാണ്. അപ്പോൾ അതുപോലെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കൂട്ടോ. അതുപോലെ നമ്മുടെ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ വൈനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കേക്കും വൈനും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്